നമസ്കാരം. 2017 ആഗസ്റ്റ് 27 രാവിലെ ഏകദേശം ഒരു 11:30 മണി ആയിക്കാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ പൊന്നീശൻ വിളിക്കുന്നത് അപ്പോഴാണ്. പുതുപ്പള്ളിയിലെ മാങ്ങാനത്തുള്ള മന്ദിരം കലിങ്കിന് സമീപത്ത് ഒരു ചാക്ക് കണ്ടെന്നും ആ ചാക്കിനകത്ത് 2 കാലുണ്ടെന്ന് പറയാനായിട്ടാണ് പൊന്നീശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. പോലീസ് ഉടൻ തന്നെ ആ സ്ഥലത്തെത്തി. അവിടെ ഒരു ചതുപ്പ് മേഖലയാണ്. ആ ചതുപ്പ് മേഖലയിൽ ഈ കാട്ടുചെമ്പ് ശരിക്കും വളർന്നു നിൽപ്പുണ്ട്. വളർന്നു നിൽക്കുന്ന കാട്ടുചെമ്പുകൾക്കിടയിലായി ഒരു പ്ലാസ്റ്റിക് ചാക്ക് കിടക്കുകയാണ്. ആ ചാക്ക് കിടക്കുന്ന ഭാഗത്തുനിന്ന് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതുകൊണ്ടാണ് ആളുകൾ അത് പൊന്നീസിന്റെ ശ്രദ്ധപ്പെടുത്തിയത്. പോലീസ് ആളുകൾക്കൊപ്പം ആ ചതുപ്പിലേക്ക് ഇറങ്ങി. ആ ചാക്കിനകത്തുനിന്ന് പോലീസിന് കിട്ടിയത് 2 കാലുകളാണ്. പുരുഷന്റേതാണോ സ്ത്രീയുടേതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിലുള്ള 2 കാലുകളാണ് പോലീസിന് കിട്ടിയത്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അനിൽ വർഗീസ് ടീമുമാണ് അവിടെ എത്തി ആ ചാക്ക് പരിശോധിക്കുന്നത്. ആരുടെയോ കാല് വെട്ടി അവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഒരാളെ കൊന്നിട്ട് പാർട്ടാക്കി അവിടെ കളഞ്ഞതാണോ? ആ ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെ ഉണ്ട്. വാർഡ് മെമ്പർ പൊന്നീസിനും ആ സംശയം ഉന്നയിച്ചതും അനിൽ വർഗീസ് ആവശ്യപ്പെട്ട അനുസരിച്ച് DYSP സജു വർഗീസ് ഫോറൻസിക്കാരെയും ഡോഗ് സ്ക്വാഡിനെ അങ്ങോട്ടേക്ക് അയച്ചു. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പതുപോലെ ആ ചാക്ക് മണപ്പിച്ചു. അതിനുശേഷം അത് റോഡിലേക്ക് ഒന്ന് ഓടിക്കേറി. റോഡിലേക്ക് ഓടിക്കേറിയ ആ പോലീസ് നായ്ക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് ശരിക്കും ആ റോഡിൽ കൂടി കുറച്ച് മുകളിലേക്ക് ആ കയറ്റം ഭാഗം വരെ ഒന്ന് എത്തിയെങ്കിലും പിന്നെ അതവിടെ നിന്നു പോവുകയാണ്. ഈ സമയത്ത് ഫോറൻസിക്കാർ ആ കാല് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക്കാരെ ആ കാല് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും നാട്ടുകാരും ശരിക്കും ആ പരിസരം മുഴുവൻ അരിച്ചു പറക്കുകയാണ്. അങ്ങനെ അരിച്ചു പറക്കിയപ്പോൾ അവർക്ക് ഒരു ചാക്ക് കൂടി കിട്ടി. ആ ചാക്ക് അഴിച്ചപ്പോൾ അതിനകത്ത് ഷർട്ടും കൈലിയും ഉടുത്ത ഒരാളെയാണ് കണ്ടത്. പക്ഷേ ആ ആളുടെ തലയില്ല. കഴുത്ത് മുതൽ താഴോട്ടുള്ള ഭാഗമുണ്ട്. താഴോട്ടുള്ള ഭാഗത്ത് മിസ്സായിരിക്കുന്നത് കാലുകളാണ്. ഒരാളെ കൊലപ്പെടുത്തി 3 കഷ്ണമാക്കിയിട്ട് 3 ഭാഗത്തായി വലിച്ചെറിഞ്ഞതാണ്. അതിൽ 2 ഭാഗമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ അത് പുരുഷന്റെ ബോഡിയാണെന്ന് ഇപ്പൊ വ്യക്തമാണ്. ആ ബോഡിയിലുള്ളത് നീല നിറത്തിലുള്ള ഒരു ഷർട്ടാണ്, ഒരു കാവ്യമുണ്ടും ഒരു റബ്ബർ ചെരുപ്പും ഉണ്ട്. പോക്കറ്റിനകത്ത് 10 രൂപയുണ്ട്. ബോഡിക്ക് ഏകദേശം ഒരു 2-3 ദിവസത്തെ പഴക്കം ഉറപ്പാണ്. ബോഡി ചീഞ്ഞു ഉറങ്ങിയിട്ടുണ്ട്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുന്നേ തന്നെ ബോഡിയുടെ വിശദമായ ഫോട്ടോകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ഫോട്ടോകൾ പോലീസ് പരിശോധിക്കുമ്പോൾ തന്നെ പോലീസിന്റെ ഒരു ടീം ചുറ്റുവട്ടത്തുമുള്ള ആളുകളോടൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ എന്നറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയില്ലാത്തതുകൊണ്ട് ആരാണ് മരണപ്പെട്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ആളുകൾ പലതരത്തിലുള്ള ഊഹങ്ങൾ പറയുകയാണ്. കാവ്യ കൈലേക്ക് കൊടുത്തു നടക്കുന്ന ആള്, അതാണ് ഏക ഐഡന്റിറ്റി. പോലീസ് സമീപത്തുള്ള വീടുകളിലും കടകളിലും ഒക്കെ തിരക്കുന്നുണ്ട്. ഈ ബോഡി പാർട്സ് കിട്ടിയ ഭാഗത്ത് റോഡിന് ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിന്റെ മുകളിലേക്ക് പോലീസ് നടന്നെത്തി. അവിടെയും ചില വീടുകളൊക്കെ ഉണ്ട്. അവരോടും കാര്യങ്ങൾ തിരക്കി. അവർക്കും അത് ആരാണെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്താണ് പോലീസ് സംഘത്തിലെ ഒരു പോലീസുകാരന് ഒരു സംശയം തോന്നിയത്. അയാൾ പോലീസിന് വേണ്ടി എടുത്ത ആ ഫോട്ടോകൾ ഒന്നൊന്നായി ചെക്ക് ചെയ്യുമ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് ഒരു സംശയം വന്നത്. അയാളുടെ സംശയം അയാൾ ASIയോട് പറയുമ്പോഴേക്കും DYSP സാജു വർഗീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാജു വർഗീസിന്റെ അടുത്ത് ആ പോലീസുകാരൻ പറഞ്ഞ സംശയം ASI അവതരിപ്പിച്ചു. സർ, ഇയാളുടെ ബോഡിയിൽ ഒരു പൊള്ളല് കാണുന്നുണ്ട്. സർ, ഈ ബോഡിയിലുള്ള പൊള്ളല് ഞങ്ങൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ASI പറഞ്ഞതും സജു വർഗീസ് അവരുടെ സ്റ്റേഷനിലും സമീപത്ത സ്റ്റേഷനുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മിസ്സിംഗ് കേസുകൾ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സജു വർഗീസ് ASIയോട് അയാൾക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചു. സർ, ഈ പൊള്ളലുള്ള വ്യക്തിയെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ആരാ കക്ഷി? സർ, അവനെ വിളിക്കുന്ന തന്നെ പൊള്ളൽ സന്തോഷം എന്നാണ്. പൊള്ളൽ സന്തോഷവും സർ, അവനൊരു ക്രിമിനലാണ്. സർ, നേരത്തെ ഒരു തവണ ഒരു സ്ത്രീയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയതിന് അവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ ബോഡി ഞങ്ങൾ അന്ന് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവന്റെ ബോഡിയിലെ ഈ പൊള്ളല് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ASI അനിൽ വർഗീസും ടീമും വളരെ വ്യക്തമായിട്ടാണ് അവരുടെ സംശയം DYSP സാജു വർഗീസിനോട് പറഞ്ഞിരിക്കുന്നത്. സാജു വർഗീസ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സൈബർ സെല്ലിനോട്
ഈ സന്തോഷിന്റെ നമ്പർ ട്രേസ് ചെയ്ത് കോൾ ഡേറ്റ എടുക്കാൻ പറയാം. അതുപോലെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ സംഘടിപ്പിക്കും. നമുക്ക് ആ സന്തോഷിന്റെ വീട് വരെ പോവുകയും വേണം. അനിൽ വർഗീസും പോലീസുകാരും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത ഡിവൈഎസ്പി സാജു വർഗീസ് അതിനുശേഷം അനിലിനോട് പറഞ്ഞു, അനിൽ, നമുക്ക് ഈ ബോഡിയുടെ തല കൂടി കണ്ടുപിടിക്കണം. അതിന് കൂടുതൽ ആളുകളെ രംഗത്തിറക്കണം. പോലീസുകാരോട് ആ ഭാഗം മുഴുവൻ പരിശോധിക്കാനും അവിടെ എവിടെയെങ്കിലും തല വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷം സാജു വർഗീസും ടീമും നേരെ പോയത് സന്തോഷിന്റെ ആ അഡ്രസ്സിലേക്കാണ്. സന്തോഷിന്റെ അഡ്രസ്സ് ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ കളക്ട് ചെയ്തിരുന്നു. കഞ്ഞിക്കുഴിയിൽ നിന്ന് പുതുപ്പള്ളിക്ക് പോകുന്ന റോഡിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പയ്യപ്പടി എന്ന് പറഞ്ഞ സ്ഥലം. പയ്യപ്പടിയിൽ മലങ്കുന്നത്ത് പുന്നപ്പറമ്പ്, അതാണ് സന്തോഷിന്റെ വീട്. സാജു വർഗീസും അനിൽ വർഗീസും അടങ്ങിയ ആ സംഘം അവിടെ എത്തുമ്പോൾ അവിടെ സന്തോഷിന്റെ പിതാവുണ്ട്. അവിടുത്തെ പോലീസ് സംഘം അവരുടെ കയ്യിലുള്ള ചില കാര്യങ്ങളൊക്കെ സന്തോഷിന്റെ പിതാവിനെ കാണിച്ചു. അതിലൊന്ന് ആ ബോഡിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന റബ്ബർ ചെരുപ്പുകളാണ്. അതോടൊപ്പം ആ ഷർട്ടിന്റെയും മുണ്ടിന്റെയും ഫോട്ടോവും അവരെടുത്തിട്ടുണ്ട്. അതും സന്തോഷിന്റെ പിതാവിനെ കാണിച്ചു. ആ ചിത്രത്തോടൊപ്പം ആ ബോഡിയിലുള്ള പൊള്ളലും സന്തോഷിന്റെ പിതാവിനെ കാണിച്ചു. പൊള്ളലും ഷർട്ടും കാവി കൈലിയും ചെരുപ്പും സൂക്ഷ്മമായി നോക്കിയ സന്തോഷിന്റെ പിതാവ് അവരോട് പറഞ്ഞു, സർ, ഇതെന്റെ മകൻ തന്നെയാണ്. കൊല്ലപ്പെട്ടിരിക്കുന്ന ആരാണെന്ന് ആ മൊഴിയിലൂടെ വ്യക്തമാവുകയാണ്. സന്തോഷിന്റെ ബോഡിയാണെന്ന് സന്തോഷിന്റെ പിതാവ് തിരിച്ചറിഞ്ഞതും സാജു വർഗീസ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ ഈ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? അതെ സർ, ഇവിടെയാ താമസിക്കുന്നത്. നിങ്ങളുടെ മകനെ നിങ്ങൾ അവസാനമായി എന്നാ കണ്ടത്? സർ, ഒരു 3-4 ദിവസം മുമ്പാണ് ഞാൻ അവനെ കണ്ടത്. അവൻ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. മകനെ കാണാതാകുമ്പോൾ പോലീസിൽ പരാതി കൊടുക്കേണ്ടതല്ലേ? സർ, ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതുപോലെയൊക്കെ എങ്ങോട്ടെങ്കിലും പോവും. അതുകൊണ്ടാണ് ഞാൻ തിരക്കാതിരുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന കക്ഷിയാണ് സന്തോഷ്. അതുകൊണ്ട് തന്നെ സന്തോഷ് ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായി മറ്റെങ്ങോട്ടുകളിലേക്കോ പോവും. ചിലപ്പോഴൊക്കെ സന്തോഷ് താമസിക്കുക ജയിലിനകത്താണ്. പോലീസ് പിടിച്ച് ജയിലിലാക്കുമല്ലോ കൂടെ. അവന്റെ പിതാവിന് അക്കാര്യത്തിൽ വലിയ ഉത്കണ്ഠയൊന്നുമില്ല. എന്തായാലും 2-3 ദിവസം മുമ്പ് സന്തോഷ് ആ വീട്ടിലുണ്ടായിരുന്നു. സന്തോഷ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടാ പോയത്? സർ, അവനൊരു കോള് വന്നായിരുന്നു. കോള് വന്നു? സർ, അതെ സർ, ഒരു ഫോൺ കോൾ വന്നത്. ഞാനാ ഫോൺ എടുത്തത്. ആരാ വിളിച്ചേ? സർ, ഒരു കുഞ്ഞുമോളാ വിളിച്ചത്. കുഞ്ഞുമോളോ? സർ, അത് അവനുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. അവള് വിളിച്ചപ്പോ ഞാൻ ആ ഫോൺ അവന് കൊടുത്തത്. ഈ കുഞ്ഞുമോളിപ്പോ എവിടെ താമസിക്കുന്നത്? സർ, അവിടെ എവിടെ താമസിക്കുന്നത് എനിക്കറിയത്തില്ല. അവളും അവനും കൂടി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷിന് കുഞ്ഞുമോളുടെ ഫോൺ വന്നപ്പോഴാണ് സന്തോഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് സന്തോഷിന്റെ പിതാവ് ഡിവൈഎസ്പി സാജു വർഗീസിനോട് പറഞ്ഞത്. ആ കുഞ്ഞുമോളും സന്തോഷും ആ വീട്ടിൽ കുറച്ചു ദിവസം താമസിച്ചിരുന്നുള്ള കാര്യം സന്തോഷിന്റെ പിതാവ് സാജു വർഗീസിനോട് പറഞ്ഞതും സാജു വർഗീസ് അയാളോട് ചോദിച്ചു, അവര് കല്യാണം കഴിച്ചവരാണോ? അല്ല സർ, അവനോടൊപ്പം കുറച്ചു ദിവസം കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനായി സാജു വർഗീസ് തുടങ്ങുമ്പോഴാണ് സാജു വർഗീസിന് സൈബർ സെല്ലിന്റെ കോള് വരുന്നത്. സൈബർ സെല്ലിനോട് പറഞ്ഞിരുന്ന കാര്യം അവര് ചെക്ക് ചെയ്തിട്ട് വിളിച്ചതാണ്. സന്തോഷിന് അവസാനമായി വന്ന കോള് കുഞ്ഞുമോളുടെ തന്നെയാണ്. ആ കുഞ്ഞുമോളുടെ ലൊക്കേഷൻ അവര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ലൊക്കേഷൻ കൂടി സൈബർ സെൽ സാജു വർഗീസിനെ അറിയിച്ചു. സന്തോഷിന്റെ വീട്ടിൽ നിന്ന് കഞ്ഞിക്കുഴി പുതുപ്പള്ളി റോഡിലൂടെ താഴോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്തായി ഏകദേശം ഒരു 4.5 കിലോമീറ്റർ മാറി ഒരു സ്ഥലമുണ്ട്. അതാണ് മീനടം. ആ മീനടത്തുള്ള മൊബൈൽ ടവറിന്റെ പരിധിയിലാണ് ഇപ്പോ കുഞ്ഞുമോൾ ഉള്ളത്. സൈബർ സെല്ല് ഒരു കാര്യം കൂടി സാജു വർഗീസിനെ അറിയിച്ചു. സന്തോഷിന്റെ ഫോൺ അവസാനം ഉണ്ടായിരുന്നതും ആ മീനടത്താണ്. മീനടത്ത് വെച്ചാണ് സന്തോഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് സൈബർ സെല്ലിൽ നിന്ന് സാജു വർഗീസിന് കിട്ടിയത്. സാജു വർഗീസും ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എൻ്റെ ടീമും അതിവേഗം മീനടത്തെത്തി. സന്തോഷിന്റെ വീട്ടിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് മീനടം എന്ന് പറയുന്നത്. മീനടത്ത് അവരെത്തിയത് ഏകദേശം ഒരു 5 ഏക്കറോളം വലിപ്പമുള്ള ഒരു റബ്ബർ പുരയിടത്തിലാണ്. ആ റബ്ബർ പുരയിടത്തിനകത്ത് ഒറ്റപ്പെട്ട ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് സാജു വർഗീസും സംഘങ്ങളും എത്തിയത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും എസിയും എസിയും അടങ്ങിയ സംഘം ഡിവൈഎസ്പി സാജു വർഗീസിനോടൊപ്പം ആ വീട്ടിന്റെ മുന്നിലെത്തി. വീടിന് മുന്നിൽ പോലീസുകാരെ കണ്ടതും വീട്ടിനകത്തുനിന്ന് ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ചെറുപ്പക്കാരനെയും ഭാര്യയും കണ്ട ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഒരു അതിശയം. അവർക്ക് പരിചയമുള്ള കക്ഷിയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പോലീസുകാർക്ക് പരിചയമുള്ള കക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതിയായിരിക്കുമല്ലോ. പുറത്തേക്ക് ഇറങ്ങി വന്ന കക്ഷിയുടെ പേര് വിനോദ് എന്നാണ്. വിനോദിന്റെ ഭാര്യയാണ് കുഞ്ഞുമോൾ. വിനോദിനെ കണ്ടതും എസി അനിൽ വർഗീസ് ഡിവൈഎസ്പി സാജു വർഗീസിനോട് പറഞ്ഞു, സാർ, ഇവനെ കമൽ വിനോദ് എന്ന എല്ലാവരും വിളിക്കുക. നേരത്തെ ഒരു തവണ ഇവൻ ഏകദേശം ഒരു രാത്രി 1 മണിയോടുകൂടി ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നിരുന്നു. ഇവനും അവൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ടാണ് വന്നത്. അവൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയാനാണ് ഞങ്ങളടുത്ത് വന്നത്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ വരാന്തയിൽ കിടക്കുകയാണ്.
വരന്ത കിടക്കുന്ന അയാളുടെ കാലിൽ കൂടി രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങള് നോക്കുമ്പോൾ തന്നെ അയാൾ മരിച്ചിട്ടുണ്ട്. അയാൾ മരിച്ചു പോയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ ഞങ്ങൾക്കൊരു റിപ്പോർട്ട് നൽകി. ഈ കമൽ വിനോദിന്റെ അച്ഛൻ രാജപ്പൻ മരിക്കുന്നതിന് മുന്നേ അയാളുടെ വയറ്റിൽ ശക്തമായി ചവിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടേറ്റ് ആന്തരിക അവയവങ്ങൾ തകരാറിലായിട്ടാണ് അയാൾ മരിച്ചത്. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ഒരു സംശയം ഉണ്ടായി. വിനോദിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും അവസാനം അവന്റെ അച്ഛനെ തൊഴിച്ചു കൊന്നാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവന്റെ പേരിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ എത്തിച്ചു. സാക്ഷികളായി അവന്റെ ഭാര്യ കുഞ്ഞുമോളും കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കോടതിയിൽ കുഞ്ഞുമോളും മക്കളും ഞങ്ങൾക്കെതിരായി നിന്നതുകൊണ്ട് ഇവൻ ഊരി പോവുകയായിരുന്നു. വിനോദ് പക്ഷേ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലല്ല അന്ന് ആ മരണം നടന്നത്. സർ, നേരത്തെ ഈ വിനോദ് ആ ഇറിഞ്ഞാൽ പാലത്തിന് താഴെ ഒരു കൂര കെട്ടി അവിടെയാണ് താമസിച്ചിരുന്നത്. ഇവൻ വലിയ ശല്യക്കാരനായതുകൊണ്ട് നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇടപെട്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചതാണ്. കമൽ വിനോദിനെ കുറിച്ചുള്ള ഒരു ബാക്ക് ഹിസ്റ്ററി അനിൽ വർഗീസും ടീമും അതീവ ഭംഗിയായിട്ട് തന്നെ സാജു വർഗീസിനെ അറിയിച്ചു. അനിൽ വർഗീസ് ഈ കാര്യങ്ങളൊക്കെ സാജു വർഗീസിനോട് സംസാരിക്കുമ്പോൾ വരാന്തയിൽ നിൽക്കുകയാണ് കമൽ വിനോദും ഭാര്യ കുഞ്ഞുമോളും. അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് പോലീസ്. ഇഷ്ടംപോലെ പോലീസ് അവിടെ ഉണ്ടായിട്ടും പരിഭ്രാന്തിയൊന്നും കുഞ്ഞുമോളുടെയും വിനോദിന്റെയും മുഖത്തൊന്നുമില്ല. പോലീസ് കുഞ്ഞുമോളിനെ DSPയുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. സാജു വർഗീസിന്റെ മുന്നിലെത്തിയ കുഞ്ഞുമോളോടായി സാജു വർഗീസ് ചോദിച്ചു, നിനക്ക് ഒരു സന്തോഷ പരിചയമുണ്ടോ? അറിയാം സർ, എന്റെ ഭർത്താവിന്റെ സുഹൃത്താണ്. നീ സന്തോഷം തമ്മിൽ എന്താ ബന്ധം? അത് കേട്ടതും അവള് തലയൊന്ന് കുനിച്ചു. അവര് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആ തല കുനിക്കൽ വ്യക്തമാക്കുകയാണ്. ഏയ് കുഞ്ഞുമോൾ, നീ സന്തോഷിനൊപ്പം സന്തോഷ വീട്ടിൽ താമസിച്ചിരുന്നോ? ആ കുറച്ചുനാൾ ഞാൻ താമസിച്ചിരുന്നു. അതെന്തിനാ? സാർ, എന്റെ ഭർത്താവ് കുറെ നാൾ ജയിലിലായിരുന്നു. അവ വീട്ടിൽ വേറെ ആളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ സന്തോഷിനൊപ്പം സന്തോഷിന്റെ വീട്ടിൽ നിന്നത്. അങ്ങനെ കുഞ്ഞുമോൾ പറഞ്ഞതും സാജു വർഗീസ് കുഞ്ഞുമോളോട് ചോദിച്ചു, കുഞ്ഞുമോൾ, നീ 23-ാം തീയതി സന്തോഷിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ, നീ എന്തിനാ സന്തോഷിനെ വിളിച്ചത്? സർ, ഞാൻ സന്തോഷിനെ സ്ഥിരമായി വിളിക്കാറുണ്ട്, അങ്ങനെ വിളിച്ചതാണ്. അതിനുശേഷം നീ സന്തോഷിനെ വിളിച്ചിട്ടില്ലല്ലോ? സർ, ഞങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷിനെ വിളിക്കാറില്ല. അവള് അങ്ങനെ ഒരു മറുപടി പറഞ്ഞതും സാജു വർഗീസ് വിനോദിനെ അവിടേക്ക് വിളിപ്പിച്ചു. വിനോദ്, നിനക്ക് സന്തോഷ പരിചയമുണ്ടോ? സർ, പരിചയമുണ്ട് സർ, എന്റെ സുഹൃത്താണ്. നീ സന്തോഷിനെ അവസാനമായി കണ്ടതെന്നാണ്? സർ, ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് കണ്ടത്, ജയിലിൽ വെച്ച് കണ്ടിരുന്നു. അതിനുശേഷം അവൻ ആ ജയിലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങിയതിനു ശേഷം എപ്പോഴും ഞാൻ അവനെ കണ്ടിരുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞ വിനോദ് പോലീസിനോട് ചോദിച്ചു, അല്ല സർ, എന്തിനാ സന്തോഷിന്റെ കാര്യമൊക്കെ തിരക്കുന്നത്? സന്തോഷിന്റെ കാര്യം എന്തിനാണ് തിരക്കുന്നതെന്ന് കമൽ വിനോദ് DYSP സാജു വർഗീസിനോട് ചോദിച്ചതും സാജു വർഗീസ് വിനോദിനോട് പറഞ്ഞു, അത് നമുക്ക് വിശദമായി സംസാരിക്കാനുണ്ട്, തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊപ്പം വാ. അങ്ങനെ പറഞ്ഞ പോലീസ് കമൽ വിനോദിനെയും കുഞ്ഞുമോളെയും അവിടെ നിന്ന് അവരെ ജീപ്പിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ തന്നെ കുഞ്ഞുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ എന്തിനാ സാർ അങ്ങനെ വിളിപ്പിക്കുന്നത്? കാര്യമുണ്ട്, നിങ്ങളോട് വാ. അങ്ങനെ പറഞ്ഞ് പോലീസ് അവരെയും കൊണ്ട് നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ടാവും. ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 11:30 മണിക്കാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആ കാല് കണ്ടു എന്നുള്ള കോള് വരുന്നത്. അത് കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറായപ്പോൾ തന്നെ കുഞ്ഞുമോളും വിനോദും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. വിനോദിനെയും അതുപോലെ കുഞ്ഞുമോളെയും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പോലീസ് അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തു തുടങ്ങി. രണ്ടുപേരും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. വിനോദ് സന്തോഷിനെ കണ്ടിട്ടേയില്ല. കുഞ്ഞുമോള് സന്തോഷിനെ 23-ാം തീയതി ഫോണിൽ വിളിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞുമോൾ സന്തോഷം വിളിച്ചതാണ്. അതിനപ്പുറത്തേക്ക് അവൾക്ക് ഒന്നും പറയാനില്ല. രണ്ടുപേരും അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ബോധ്യമായതും DYSP സാജു വർഗീസ് അടവ് ഒന്ന് മാറ്റി പിടിച്ചു. കുഞ്ഞുമോളിനെ ചോദ്യം ചെയ്യാനായി മറ്റു മുറിയിലേക്ക് മാറ്റി. ഇവിടെ സാജു വർഗീസിന് മുന്നിൽ വിനോദിനെ ചോദ്യം ചെയ്തു തുടങ്ങി. വിനോദിനെ ചോദ്യം ചെയ്ത സാജു വർഗീസ് വിനോദിനോട് പറഞ്ഞു, വിനോദ്, നീ സന്തോഷിനെ കൊന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നീ എപ്പോ കൊന്നു, എവിടെ വെച്ച് കൊന്നു, അത് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. അത് കേട്ടതും വിനോദ് സാജു വർഗീസിനോട് പറഞ്ഞു, സാർ എന്താ ഈ പറയുന്നത്? ഞാൻ സന്തോഷിനെ കണ്ടിട്ടേയില്ല. അത് മാത്രമല്ല, സന്തോഷ് എന്റെ കൂട്ടുകാരനുമാണ്, ഞങ്ങൾ ഒന്നിച്ച് ജയിലിലുണ്ടായിരുന്നതാണ്. സാജു വർഗീസും അനിൽ വർഗീസും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും വിനോദ് അവന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അവന് സന്തോഷിനെ പരിചയമേ ഇല്ല. ഇപ്പോൾ സമയം 6 കഴിഞ്ഞു, 6:30 7 ഏകദേശം 5 മണിയോടുകൂടി സ്റ്റേഷനിൽ എത്തിച്ചതാണ്. 2 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും വിനോദിന്റെ സ്റ്റാൻഡിൽ ഒരു മാറ്റവുമില്ല. വിനോദിനെ അവിടെ ഇരുത്തിയിട്ട് സാജു വർഗീസും ടീമും കുഞ്ഞുമോളുള്ള മുറിയിലെത്തി. കുഞ്ഞുമോളിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവളും അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ASI അനിൽ വർഗീസ് അങ്ങോട്ട് വന്നത്. സാർ, അവൻ സമ്മതിച്ചു. എന്ത് സംഭവിച്ചു?
സർ അവൻ പറഞ്ഞു അവനോട് കൊന്നതെന്ന്. ഇത് കുഞ്ഞുമോൾ കേട്ടു. അനിൽ വർഗീസ് അങ്ങനെ പറഞ്ഞതും കുഞ്ഞുമോൾ ഞെട്ടുന്നത് കൃത്യമായും സാജു വർഗീസും ടീമും കാണുകയും ചെയ്തു. സാജു വർഗീസ് കുഞ്ഞുമോളുടെ മുന്നിലുള്ള കസലിൽ ഇരുന്നിട്ട് അവളോട് പറഞ്ഞു, ഏയ് കുഞ്ഞുമോൾ, നിന്റെ ഭർത്താവ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത് കേട്ടതും ശരിക്കും പതറിപ്പോയ കുഞ്ഞുമോൾ സാജു വർഗീസിനോട് പതുക്കെ കഥ പറഞ്ഞു തുടങ്ങി. സർ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. ഏയ് കുഞ്ഞുമോൾ, അതെനിക്കും അറിയാം. നീ സംഭവിച്ച കാര്യം പറ, നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ സാജു വർഗീസ് പറഞ്ഞതും കുഞ്ഞുമോൾ സംഭവങ്ങൾ ക്രമമായി സാജു വർഗീസിനോട് പറഞ്ഞു. എന്റെ ഭർത്താവും സന്തോഷും സുഹൃത്തുക്കളാണ്. സർ, രണ്ടുപേരും ജയിലിലായിരിക്കുന്ന സമയത്ത് സന്തോഷിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടായി. അപ്പോഴ് എൻ്റെ ഭർത്താവ് വിനോദ് സന്തോഷിനോട് എന്നെ ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സന്തോഷ് എന്നെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നത്. ഞാനും മക്കളും ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് സന്തോഷ് ഞങ്ങൾക്കൊരു തുണയായി ഞങ്ങളുടെ അടുത്ത് വന്നത്. ആ അടുപ്പം പതുക്കെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പമായി മാറി. സർ, ഞാനും സന്തോഷം കുറേ നാൾ ഒന്നിച്ച് താമസിച്ചു. സർ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് പിന്നെയും ജയിലിലായത്. സന്തോഷ് ജയിലിലായി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സന്തോഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. സന്തോഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവ് വിനോദും ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. വിനോദ് എന്നെ തേടി എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിനോദിനോടൊപ്പം പോവാതെ നിവൃത്തിയില്ലെന്നായി. ശരിക്കും ഞാൻ പെട്ടുപോയതാണ്. വിനോദ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സന്തോഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. സന്തോഷ് ഞാൻ വിളിച്ചതനുസരിച്ച് എൻ്റെ വീട്ടിൽ വന്നതാണ്. അവിടെ വെച്ച് ഞങ്ങൾ സന്തോഷിനെ കൊന്നത്. വളരെ എളുപ്പം അവള് കഥ സാജു വർഗീസിനോട് പറഞ്ഞു. സാജു വർഗീസിനോട് കുഞ്ഞുമോൾ പറഞ്ഞ കഥ പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെട്ടതും സാജു വർഗീസും ടീമും വിനോദിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും തിങ്കളാഴ്ച രാവിലെ ആയിട്ടുണ്ട്. രാവിലെ വിനോദിന്റെ അടുത്തേക്ക് വന്ന ഡിവൈഎസ്പി സാജു വർഗീസ് അവനോട് പറഞ്ഞു, ഏയ് വിനോദ്, ഇനി നീ ബലം പിടിച്ചുകൊണ്ട് കാര്യമില്ല. നിന്റെ ഭാര്യ കുഞ്ഞുമോൾ സന്തോഷിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നും ബോഡി പാർട്സ് എവിടേക്ക് വലിച്ചെറിഞ്ഞുവെന്നും കൃത്യമായി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുമോൾ കുറ്റസമ്മതം നടത്തി എന്നുള്ള കാര്യം അറിഞ്ഞതും വിനോദിന്റെ അതുവരെയുള്ള ധൈര്യം അങ്ങ് ചോർന്നു. അവൻ സാജു വർഗീസിനോട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. സർ, ഞാനും സന്തോഷും ഒന്നിച്ച് ജയിലിലുണ്ടായിരുന്നു. അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ഞാനാണ് അവനോട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെ കാര്യം പറഞ്ഞത്. അവക്കും മക്കൾക്കും സഹായമായിട്ട് സന്തോഷ് നിൽക്കണേയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നത്. സർ, അത് അബദ്ധമായിപ്പോയി. അവളും അവനും തമ്മിൽ അടുപ്പത്തിലായി. ഞാൻ ഈ കാര്യം അറിയുന്നത് പിന്നീട് വേറൊരു തടവുകാരൻ പറഞ്ഞാണ്. അത് സന്തോഷ് വേറൊരു കേസിൽ ജയിലിൽ വന്നപ്പോൾ അവിടെയുള്ള അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം അവൻ എന്നോടൊന്ന് പറഞ്ഞതാണ്. സർ, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. സന്തോഷിനെ ശരിക്കും വിശ്വസിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അവൻ എന്നെ ചതിച്ചു സാർ. സാർ, എന്നെ ചതിച്ചയാൾക്ക് തിരിച്ചടി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഞാൻ എൻ്റെ ഭാര്യയെ വന്ന് കണ്ടു. അവളോട് ഞാൻ കാര്യം പറഞ്ഞതും അവൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു. സന്തോഷിന്റെ വീട്ടിലായിരുന്ന അവൾ പിന്നീട് എന്നോടൊപ്പം ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവളും കൂടി പുതിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി. അതാണ് സാർ മീനടുത്ത് നിങ്ങൾ കണ്ട വീട്. അവിടെ എത്തി ഞാൻ സന്തോഷിനെ വകവരുത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ അനുസരിച്ചാണ് കുഞ്ഞുമോള് സന്തോഷിനെ അവിടേക്ക് വിളിപ്പിച്ചത്. സാജു വർഗീസിനോട് വിനോദ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും കുഞ്ഞുമോളെ അവിടേക്ക് കൊണ്ടുവന്നു. കുഞ്ഞുമോളിനെയും വിനോദിനെയും ഒന്നിച്ചിരുത്തി സാജു വർഗീസും ടീമും ചോദിച്ചു തുടങ്ങി. കുഞ്ഞുമോളാണ് ബാക്കി പറഞ്ഞത്. സാർ, എൻ്റെ ഭർത്താവ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഭർത്താവ് വീട്ടിലില്ല, സന്തോഷ് ഒന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷ് വീട്ടിലേക്ക് വന്നു. സാർ, ആഗസ്റ്റ് 23-ന് ഏകദേശം രാത്രി 10 മണിയോട് കൂടിയാണ് സന്തോഷ് വീട്ടിൽ വന്നത്. എൻ്റെ വീട്ടിൽ സാർ വന്നതാണല്ലോ. അവിടെ വരാന്തയിൽ സന്തോഷ് ഒരു കസേരയിലിരുന്നു. സാർ, വീട്ടിൽ വന്ന സന്തോഷ് എന്നോട് കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം എടുക്കാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയ സമയത്താണ് എൻ്റെ ഭർത്താവ് ഇരുമ്പ് ലിവർ ഉപയോഗിച്ച് പുറകിലൂടെ ചെന്ന് സന്തോഷിനെ അടിച്ചു വീഴ്ത്തിയത്. സാർ, വെള്ളവുമായി ഞാൻ വരാന്തയിൽ വരുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് സന്തോഷിന് തല അടിച്ച് ചിതറിച്ചിരുന്നു. സന്തോഷ് മരിച്ചു എന്ന് ഉറപ്പായതും ഞാനും ഭർത്താവും കൂടി സന്തോഷിൻ്റെ ബോഡി 3 കഷ്ണമാക്കി മുറിച്ച് അത് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ തീരുമാനിച്ചു. സാർ, അതിനുവേണ്ടി ഞാനും ഭർത്താവും കൂടി ചേർന്ന് സന്തോഷിനെ ആ മുൻവശത്ത് നിന്നെടുത്ത് വീടിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് കിടത്തി മണ്ണിൽ. അവിടെ വെച്ചാണ് സാർ എൻ്റെ ഭർത്താവ് സന്തോഷിനെ 3 കഷ്ണമാക്കിയത്. എന്നിട്ട് ആ ബോഡി പാർട്സ് ഞങ്ങൾ 3 കവറിലാക്കി. അതുമായിട്ടാണ് സാർ രാത്രിയിൽ ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ചത്. കുഞ്ഞുമോൾ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞത് കമ്മൽ വിനോദാണ്. സാർ, ബോഡി 2ആയി മുറിച്ച് ഷർട്ടും മുണ്ടും കുടിപ്പിച്ച് ഒരു ചാക്കിലേക്ക് ആക്കിയിട്ട് മുറിച്ചു മാറ്റിയ കാല് വേറൊരു ചാക്കിലേക്ക് മാറ്റി. അത് രണ്ടും ഞങ്ങൾ ഓട്ടോയുടെ പുറയിൽ ഡിക്കിലായിട്ട് വെച്ചു. തല കവറിലാക്കി അതിലൊരു കല്ലും വെച്ച് കെട്ടിയിട്ട് ഞാനത്
കുഞ്ഞുമോളുടെ മടിയിൽ വെച്ചു കൊടുക്കാൻ. സാർ, അത് കോണ്ടൂർ നദിയിൽ ആ കൊടുങ്കാറ്റൽ മേഖലയിൽ വലിച്ചെറിയാന്നാണ് ഞങ്ങൾ കരുതിയത്. അവിടെ നല്ല ഒഴുക്കാണ്. ഞങ്ങൾ ഓട്ടോയിൽ അതുമായി പോകുമ്പോൾ മാങ്ങാനത്ത് മന്ദിരം ബ്രിഡ്ജിലെത്തിയപ്പോൾ ആട്ടോ അങ്ങ് നിന്നുപോയി. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഓട്ടോ സ്റ്റാർട്ടായില്ല. ഓട്ടോ സ്റ്റാർട്ടാകാതൊന്നും ഞങ്ങൾ ശരിക്കും ഭയന്നുപോയി. ഓട്ടോയ്ക്കകത്ത് ഈ പറഞ്ഞ ബോഡി പാർട്സൊക്കെ ഇരിക്കുകയില്ലേ, ഞങ്ങൾ അതെവിടെയെങ്കിലും വലിച്ചെറിയുന്നതിനെക്കുറിച്ച് അപ്പോഴാണ് ആലോചിച്ചത്. അവിടെ താഴേക്ക് നോക്കിയപ്പോൾ കാട്ടുചെവ് വളർന്നു നിൽക്കുന്ന കണ്ടു. ആ ഭാഗത്തേക്ക് ഒരു ചാക്ക് വലിച്ചെറിഞ്ഞു, മറ്റേ ചാക്ക് കുറച്ച് മുകളിലോട്ടും വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഞാനും ഭാര്യയും കൂടി ഓട്ടോ തള്ളി ആ പാലത്തിന് മുകളിൽ കയറ്റത്തിലെത്തിയതും താഴെ ഇറക്കത്തോട്ട് വണ്ടി തള്ളിയതും വണ്ടി സ്റ്റാർട്ടായി. സർ, ഇറക്കത്തോട്ട് ആട്ട പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തലയുണ്ട്. അതെവിടെയെങ്കിലും വലിച്ചെറിയാനായിട്ട് ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് മാർക്കോണി പാലത്തിലെത്തിയത്. ആ പാലത്തിന് താഴേക്ക് വലിച്ചെറിയാന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അവിടെ ഉണ്ട്. ആ ജീപ്പിലെ പോലീസുകാർക്ക് ഞങ്ങളെ കണ്ട സംശയം തോന്നുമായിരുന്നു. ഞങ്ങൾ ഒരു പരുവത്തിലാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പോലീസ് പോയി കഴിഞ്ഞതും ഞങ്ങൾ ആ തല പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. തല വലിച്ചെറിഞ്ഞ സ്ഥലം വ്യക്തമായതും കമൽ വിനോദിനെയും കുഞ്ഞുമോളെയും കൊണ്ട് പോലീസ് സംഘം ആ പാലത്തിലെത്തി. വിശദമായ തെരച്ചിലിനൊടുവിൽ അവിടെ നിന്ന് അവർക്ക് ആ തല കിട്ടുകയും ചെയ്തു. പ്ലാസ്റ്റിക് കവറിനകത്ത് സന്തോഷിന്റെ വെട്ടിമാറ്റപ്പെട്ട തല കിട്ടി. ആ തല വെള്ളത്തിൽ താഴ്ന്നു പോകാൻ വേണ്ടി കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ചാക്കോടുകൂടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. അത് നിർഭാഗ്യവശാൽ അത്ര ഒഴുക്കുള്ള സ്ഥലമായിരുന്നില്ല. അതുകൊണ്ടാണ് 23-ന് രാത്രി വലിച്ചെറിഞ്ഞ തല 28-ാം തീയതി രാവിലെ പോലീസിന് അവിടെ നിന്ന് കിട്ടുന്നത്. ആ തല കിട്ടിക്കഴിഞ്ഞതും ബാക്കി കഥ വിനോദ് പോലീസിനോട് പറഞ്ഞു. സാർ, ഈ തല വലിച്ചെറിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കൊല്ലാടാണ്. സാർ, കൊല്ലാട് പോയ ഞങ്ങൾ ഓട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഓട്ടോ കഴുകുന്നതിനിടയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സും വൃത്തിയാക്കിയായിരുന്നു. വിനോദും കുഞ്ഞുമോളും വളരെ വ്യക്തമായി ആ കഥ പറഞ്ഞതും ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ആരുമില്ല. സാഹചര്യ തെളിവുകൾ മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. ഈ സാഹചര്യ തെളിവുകൾ വളരെ കൃത്യമായി ക്രമീകരിച്ചാൽ മാത്രമേ വിനോദിനെയും കുഞ്ഞുമോളെയും ശിക്ഷിക്കാനുള്ള ഒരു കേസായി ഇത് മാറത്തുള്ളൂ. വിനോദും കുഞ്ഞുമോളും ശരിക്കും സീസൺഡ് കൊലപാതകികളാണ്. നേരത്തെ വിനോദിന്റെ അച്ഛനെ ചവിട്ടിക്കൊന്ന ആ കേസിൽ പ്രോസിക്യൂഷൻ അതിശക്തമായ വാദം കോടതിയിൽ നടത്തിയെങ്കിലും കുഞ്ഞുമോളും മക്കളും വിനോദിന് അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തെളിവുകളില്ല എന്ന് പറഞ്ഞ് വിനോദിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന എല്ലാ വാദങ്ങളെയും വിനോദിന്റെ വക്കീൽ പൊളിച്ചടിക്കുക എന്നാണ് സത്യം. ആ അബദ്ധം ഈ കേസിൽ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്വാഭാവികമായും പോലീസ് നടത്തുകയാണ്. പോലീസിന് ഇനി അനവധി തെളിവുകൾ ശേഖരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ സന്തോഷ് കൊല്ലപ്പെട്ടത് വിനോദിന്റെയും കുഞ്ഞുമോളുടെയും വീട്ടിൽ വെച്ചാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പോലീസ് സംഘം അവരുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ പോലീസിനൊപ്പം ഫോറൻസിക് സംഘമുണ്ട്. ഫോറൻസിക്കാരും പോലീസുകാരും ശരിക്കും ആ വീട് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഒരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത ശൈലിയിൽ അവിടം പൂർണ്ണമായും വൃത്തിയാക്കിയിരിക്കുകയാണ്. രക്തത്തിന്റെ ഒരു തുള്ളി പോലും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. പക്ഷെ നമ്മുടെ ഫോറൻസിക് വിഭാഗം അങ്ങനെ ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്ന ആളുകളല്ല. അവര് അതിസൂക്ഷ്മമായി ആ വരാന്ത പരിശോധിച്ചപ്പോൾ ആ വരാന്തയിൽ നിന്ന് തെറിച്ച രക്തം അവിടെ ചുവരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടെത്തി. അവര് അത് അതുപോലെ ശേഖരിച്ചു. വിശദമായ പരിശോധനയിൽ വീടിന്റെ വരാന്തയിൽ നിന്ന് അവർക്കൊരു മുടിയിഴയും കിട്ടി. അതും ശേഖരിച്ചു. തുടർന്ന് പോലീസ് സംഘം ആ വരാന്തയും വീടിന്റെ മുറിയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ബട്ടൺ കിട്ടി. ഒരു ഷർട്ടിന്റെ ബട്ടണാണ്. അതും ശേഖരിച്ചു. പോലീസ് സംഘം ഈ സമയത്ത് വീട് ചുറ്റും പരിശോധിക്കുകയാണ്. ചുറ്റും പരിശോധിക്കുമ്പോഴാണ് വീടിന്റെ പുറകിൽ ആ ബോഡി അറുത്ത സ്ഥലത്ത് പോലീസ് എത്തുന്നത്. അവിടെ സാധാരണഗതിയിൽ രക്തം കാണേണ്ടതാണ്, പക്ഷെ രക്തമില്ല. അവിടെ ആ ബോഡി അറുത്തപ്പോൾ രക്തം കലർന്ന മണ്ണ് പൂർണ്ണമായും കുഞ്ഞുമോളും വിനോദം ചേർന്ന് മാറ്റിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പോലീസിലെ അത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. DYSP സാജു വർഗീസും സംഘാംഗങ്ങളും ആ പരിസരം മുഴുവൻ അരിച്ചു പറക്കിയതും ആ മണ്ണ് കൊണ്ട് കളഞ്ഞ സ്ഥലം അവർ കണ്ടെത്തി. ശരിക്കും അതൊരു റബ്ബർ പുരയിടമാണ്. ആ റബ്ബർ പുരയിടത്തിൽ അല്പം താഴേക്ക് മാറി ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് ഇവിടുന്ന് കളക്ട് ചെയ്ത മണ്ണെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ 5 ഏക്കർ വരുന്ന റബ്ബർ പുരയിടം അരിച്ച് പറക്കിയിട്ടാണ് സാജു വർഗീസും സംഘവും അത് കണ്ടെത്തിയത്. എന്തായാലും ആ മണ്ണും നമ്മുടെ ഫോറൻസിക് ടീം ശേഖരിച്ചു.
ആ 5 ഏക്കർ അരിച്ചു പിറക്കിയ സാജു വർഗീസിനും ടീമിനും ഒരു കാര്യം കൂടി കിട്ടി. അത് രണ്ടാമത്തെ നിർണായക തെളിവാണ്. ഒരു കൊച്ചു കത്തിയാണ് അവർക്ക് കിട്ടിയത്. ആ കത്തി ഉപയോഗിച്ചാണ് ഈ സന്തോഷിനെ കഷ്ണങ്ങളാക്കി മുറിച്ചത്. ആ കത്തി കൊണ്ട് ഒരാളെ മുറിക്കാൻ പറ്റില്ല എന്ന ഒരു ധാരണ ആ കത്തി കണ്ടപ്പോഴേ പോലീസിന് തോന്നി. എന്തായാലും ആ കത്തി കൊണ്ടാണ് മുറിച്ചതെന്ന് വിനോദ് സമ്മതിച്ചതും അതും തെളിവായി ശേഖരിച്ചു. ആ കത്തി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് മാറ്റിപ്പോ സാജു വർഗീസ് കമൽ വിനോദിനോട് ചോദിച്ചു, നീ ഈ ചെറിയ കത്തി ഉപയോഗിച്ചാണ് സന്തോഷിനെ അരിഞ്ഞത്? സാർ, പണി അറിയാവുന്നതിന് ഈ കത്തി തന്നെ ധാരാളം. വളരെ കൂളായിട്ടുള്ള ഒരു മറുപടിയാണ് കമൽ വിനോദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മറുപടി അതുപോലെ തന്നെ പോലീസ് എഴുതിയെടുക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ അവരുടെ ഫൈനൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ വരികൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് സംഘത്തിന് ഇനിയും ഒരു തെളിവുണ്ട്. ആ തെളിവ് ബോഡിയുമായി കളക്ട് ചെയ്ത് അവർക്ക് കിട്ടിയതാണ്. സന്തോഷിന്റെ ബോഡിയിലുണ്ടായിരുന്ന ഷർട്ടും അതുപോലെ ആ കാവ്യമുണ്ടും അവർ തെളിവായി ശേഖരിച്ചിട്ടുണ്ട്. സന്തോഷിനെ കൊലപ്പെടുത്തിയ ആ സീനിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ ഡേറ്റകളും, എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞതും പോലീസ് സംഘം ഇവരെയും കൊണ്ട് ബോഡി കിട്ടിയ മറ്റു സ്ഥലത്തേക്ക് തിരിച്ചു. നേരത്തെ പറഞ്ഞ ആ ചേമ്പും കാടും പരിസരവും ഒക്കെ രണ്ടുപേരെയും കൊണ്ടുപോയി തെളിവെടുത്തു. അവർ ആ രാത്രിയിൽ സഞ്ചരിച്ച റൂട്ട് അതുപോലെ രേഖപ്പെടുത്തുകയും ചെയ്തു. എല്ലാ തെളിവുകളിലും ശേഖരിച്ചതിന് ശേഷം പ്രോസിക്യൂഷൻ കേസ് കോടതിയിലെത്തിച്ചു. കോടതിയിൽ വിചാരണ ആരംഭിച്ചു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി നാസറിന് മുന്നാകെയാണ് ഈ കേസ് എത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സിറിൽ തോമസ് ആണ്. അദ്ദേഹത്തിന് സഹായികളായി 2 വക്കീലമാർ, സിദ്ധാർത്ഥും ധനുഷ് ബാബു. ഒരു നല്ല ടീമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ളത്. മറുഭാഗത്ത് കമൽ വിനോദിനു വേണ്ടി ഹാജരായത് ഓരോ സിറ്റിങ്ങിനും 1 ലക്ഷം രൂപ വീതം ഫീസ് ഈടാക്കുന്ന തിരുവനന്തപുരത്തുകാരനായ ശാസ്തമംഗലം അജിത് കുമാറാണ്. അദ്ദേഹം ശരിക്കും പ്രഗത്ഭനായ ഒരു ക്രിമിനൽ ലോയറാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് വിചാരണ നടക്കുന്ന സമയത്ത് സകല പത്രങ്ങളുടെയും ചാനലുകളുടെയും സസൂക്ഷ്മം ശ്രദ്ധയ്ക്ക് വിധേയമായ ഒന്നാണ്. വിചാരണ ആരംഭിച്ചു. കമൽ വിനോദ് ഒരു ക്രിമിനലാണ്. ആ കമൽ വിനോദ് നേരത്തെ അവന്റെ പിതാവിനെ ചവിട്ടിക്കൊന്നപ്പോൾ വളരെ കൂളായി ആ കേസിൽ നിന്ന് ഊരിപ്പോയ കക്ഷിയാണ്. ആ വിനോദിന് ശരിക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ കേസിൽ നിന്നും ഊരിപ്പോകാൻ പറ്റുമെന്ന്. അതേ കോൺഫിഡൻസ് അവന്റെ ഭാര്യ കുഞ്ഞുമോക്കും ഉണ്ട്. സിറ്റിങ്ങിന് 1 ലക്ഷം രൂപ പ്രതിഫലം കൈപ്പറ്റുന്ന അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ അതിലേറെ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ഡിഫൻസിന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പ്രോസിക്യൂഷൻ സകല പഴുതുകളും അടച്ചാണ് ഈ കേസിനെ സമീപിക്കുന്നത്. ഡിവൈഎസ്പി സാജു വർഗീസിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളിലെ പ്രതികൾക്കും മിനിമം ജീവപര്യന്തമെങ്കിലും അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതിയായ കമൽ വിനോദിനും ഭാര്യ കുഞ്ഞുമോൾക്കും ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം പ്രോസിക്യൂഷൻ വക്കീലുമാരോട് പറയുകയും ചെയ്തു. അതിനുവേണ്ടി എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാവോ അതെല്ലാം പ്രോസിക്യൂഷന് വേണ്ടി പോലീസ് ശേഖരിക്കുകയും ചെയ്യുകയാണ്. ശരിക്കും ഒരു നല്ല നിയമയുദ്ധമാണ് അതിന്റെ ഫലമായി കോടതി നടന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ബേസ് ചെയ്യുന്നത് കൊല്ലപ്പെട്ടത് സന്തോഷാണ് എന്ന ആ നിഗമനത്തിൽ നിന്നാണ്. സന്തോഷാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തലയും ഉടലും കാലും 3 DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ DNA പരിശോധനാ ഫലവും സന്തോഷിന്റെ പിതാവിന്റെ DNA തമ്മിൽ മാച്ച് ചെയ്തതോടുകൂടി കൊല്ലപ്പെട്ടത് സന്തോഷാണെന്ന് ഉറപ്പിച്ചു. ആ കാര്യം കോടതിയിൽ അസന്നിഗ്ധമായി തെളിഞ്ഞു. അതിന് ഡിഫൻസ് എതിർവാദമൊന്നും ഉന്നയിച്ചതുമില്ല. പ്രോസിക്യൂഷൻ ഇനി തെളിയിക്കേണ്ടത് സന്തോഷ് കൊല്ലപ്പെട്ട സ്ഥലമാണ്. സന്തോഷ് കൊല്ലപ്പെട്ടിരിക്കുന്ന വിനോദും കുഞ്ഞുമോളും താമസിക്കുന്ന ആ വീടിന്റെ വരാന്തയിൽ വെച്ചാണെന്നാണ് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട ടാസ്ക്. അതിനുവേണ്ടി പ്രോസിക്യൂഷൻ ആദ്യം കോടതിയിൽ സബ്മിറ്റ് ചെയ്തത് മൊബൈൽ ടവർ ലൊക്കേഷനുകളാണ്. സന്തോഷിന്റെ മൊബൈലും കുഞ്ഞുമോളുടെ മൊബൈലും വിനോദിന്റെ മൊബൈലും ആ മീനിടത്തെ റബ്ബർ എസ്റ്റേറ്റിന് സമീപത്ത് ഒരുമിച്ച് രാത്രി 10 മണിക്ക് ഉണ്ടായിരുന്നു എന്ന വ്യക്തമായ ടവർ ലൊക്കേഷൻ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. സന്തോഷ് മീനിടത്ത് കുഞ്ഞുമോളുടെ വീടിന് സമീപത്ത് 23-ാം തീയതി രാത്രി 10 മണിക്ക് എത്തി എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അതോടൊപ്പം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കുഞ്ഞുമോൾ സന്തോഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചതും കോൾ ഡേറ്റ റെക്കോർഡ് അനുസരിച്ച് തെളിയിക്കപ്പെട്ടു. അക്കാര്യവും വ്യക്തമാണ്. ഇനി കൊല നടന്നത് ആ വെന്യൂവിലാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി പോലീസ് വളരെ ശാസ്ത്രീയമായ ചില കാര്യങ്ങളാണ് ഉപയോഗിച്ചത്. പ്രോസിക്യൂഷൻ അവിടെ ആ വരാന്തയിൽ നിന്ന് കളക്ട് ചെയ്ത രോമവും ബട്ടണും ഒക്കെ ഈ സമയത്താണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്.
സകല തെളിവുകളും അവിടെ നിന്ന് തേച്ചു മാച്ച് കളയാൻ കുഞ്ഞുമോളും അതുപോലെ വിനോദ് ശ്രമിച്ചെങ്കിലും ആ വരാന്തയിലെ ചുവരിൽ തെറിച്ചു വീണ രക്തവും ആ സമയത്ത് സന്തോഷിന്റെ തലേന്ന് തെറിച്ച തലമുടി പറ്റിയിരുന്നതും അവർക്ക് തുടച്ചു മാറ്റാൻ പറ്റിയില്ല. ആ വരാന്തയിൽ പോലീസ് കണ്ടെത്തിയ ആ രോമവും ആ രക്തവും അനവധി സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ശരിക്കും തെളിവുകളാക്കി മാറ്റുന്നത്. ആ സാക്ഷികൾ കോടതിയിലെത്തുകയും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകുകയും ചെയ്തു. ആ രണ്ട് സാധനവും DNA പരിശോധനയിൽ സന്തോഷിനാണെന്ന് മാച്ച് ചെയ്തു. കൊല്ലപ്പെട്ട സന്തോഷ് ആ വരാന്തയിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് അയാളുടെ രോമം തെറിച്ചു വീണുവെന്നും രക്തം അവിടെ വീണുവെന്നും തെളിയിക്കാൻ എളുപ്പമായി. ആ വീട്ടിൽ നേരത്തെ ഒരു തവണ പോലും സന്തോഷ് എത്തിയിട്ടില്ല എന്നതും പ്രത്യേകതയുള്ള കാര്യമാണ്. സന്തോഷും കുഞ്ഞുമോളും താമസിച്ചിരുന്നത് സന്തോഷിന്റെ വീട്ടിലാണ്. പുതുതായിട്ട് സന്തോഷിനെ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വിനോദ് വാടകയ്ക്കെടുത്ത വീട്ടിലാണ് യഥാർത്ഥ സന്തോഷിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അക്കാര്യം കോടതിയിൽ അസന്നിഗ്ധമായി പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു. അടുത്തതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രൂവ് ചെയ്തത് സന്തോഷിന്റെ ഷർട്ടിൽ നിന്ന് മിസ്സായ ബട്ടണാണ്. സന്തോഷിന്റെ ആ തലയില്ലാത്ത ബോഡിയിൽ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, നീല നിറത്തില്. ആ ഷർട്ടിൽ നിന്ന് ഒരു ബട്ടൺ മിസ്സായിരുന്നു. ആ ബട്ടൺ ഇവിടെ കുഞ്ഞുമോളുടെ വസതിയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. ശരിക്കും ആ ബട്ടൺ സന്തോഷിന്റെ തല തല്ലി പൊളിക്കുന്ന സമയത്ത് സന്തോഷിന്റെ ബോഡി തറയിലിടിച്ചപ്പോൾ തെറിച്ചതാണ്. തെറിച്ച ബട്ടൺ ഉരുണ്ട് ആ വരാന്തയിൽ ഒരു ഹോളിൽ വീണ് കിടക്കുകയായിരുന്നു. ആ വരാന്ത മുഴുവൻ കഴുകി വൃത്തിയാക്കിയ കുഞ്ഞുമോളിനും വിനോദിനും ആ ബട്ടൺ മിസ്സായി പോവുകയായിരുന്നു. അത് അവിടെ നിന്ന് കണ്ടെത്തിയ പോലീസ് അത് സന്തോഷിന്റെ ഷർട്ടിലെ ബട്ടണാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം സാക്ഷികളാണ്. സാക്ഷികളെ മുഴുവൻ വിനോദ് ശരിക്കും പണമിറക്കി സ്വാധീനിച്ചിരിക്കുകയാണ്. കോടതിയിൽ അനവധി സാക്ഷികൾ വരേണ്ടതാണ്. പക്ഷെ സാക്ഷികളൊന്നും ഈ കേസിൽ സാക്ഷി പറയാനായി എത്തിയില്ല. പ്രോസിക്യൂഷനെ ശരിക്കും പിന്നോട്ട് വലിച്ച ഒരു സംഭവമാണത്. നേരത്തെ അച്ഛനെ ചവിട്ടിക്കൊന്ന കേസിൽ പ്രധാന സാക്ഷികൾ പൂർണ്ണമായും വിനോദിന് അനുകൂലമായി മൊഴി മാറ്റിയതുപോലെ ഇവിടെയും സാക്ഷികളെ സ്വാധീനിക്കാൻ ഒരു വൻ ശ്രമം തന്നെ ഡിഫൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ശാസ്തമംഗലം അജിത് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഡിഫൻസ് അതിശക്തമായ ഒരു പ്ലാൻ തന്നെ അക്കാര്യത്തിൽ തയ്യാറാക്കിയിരുന്നു. അതിനെയൊക്കെ പൊളിച്ചത് അടുത്ത ഒരു സംഭവമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അത് ഡിഫൻസും പ്രോസിക്യൂഷനും തമ്മിലുള്ള നല്ലൊരു നിയമയുദ്ധമായി മാറിയ കാര്യമാണ്. അത് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ കത്തിയാണ്. ആ കത്തി ബേസ് ചെയ്തുകൊണ്ട് ഡിഫൻസ് ലോയർ അജിത് കുമാർ അതിശക്തമായ വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ആ കത്തി ഉപയോഗിച്ച് ഒരാളെ മുറിക്കാനേ പറ്റില്ല. ആ കാര്യം അനവധി തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജിത് കുമാർ അവിടെ കോടതിയിൽ ഏതാണ്ട് പ്രൂവ് ചെയ്യുകയായിരുന്നു. അജിത് കുമാറിന്റെ ആ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷന് വേണ്ടി ഒരു സാക്ഷി ഹാജരായി. അത് പോലീസ് സർജൻ ഡോക്ടർ ജെയിംസ് കുട്ടിയാണ്. അദ്ദേഹം അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കി. ശരിക്കും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ആ കത്തി ഉപയോഗിച്ച് കഴുത്തും കാലുകളും മുറിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഡോക്ടർ കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യായിരുന്നു. ജഡ്ജി നാസർ തന്നെ അതുമായി ബന്ധിപ്പിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ഫോറൻസിക് സർജനോട് ചോദിച്ചു. അദ്ദേഹം അതിനൊക്കെ വ്യക്തമായ ഉത്തരം നൽകി. സ്വാഭാവികമായിട്ടും പോലീസ് സർജനെ അജിത് കുമാർ നിശ്ചിതമായി ചോദ്യം ചെയ്തു. ശാസ്ത്രമല്ല അജിത് കുമാറിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും യുക്തിഭദ്രമായി പോലീസ് സർജൻ മറുപടി പറഞ്ഞതോടുകൂടി ഡിഫൻസിന്റെ പ്രധാന ആയുധം അവർക്ക് കൈമോശം വരികയായിരുന്നു. ആ കത്തി ഉപയോഗിച്ച് ആ ബോഡി കഷ്ണങ്ങളായി മുറിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാന വാദം. ആ വാദം തെറ്റാണെന്ന് തെളിയിച്ചാൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് അനുകൂലമായി ഉണ്ടാവും. ആ പഴുതിൽ പിടിച്ച് വിനോദിനെയും ഭാര്യയും ആ കേസിൽ നിന്ന് ഊരാമെന്നായിരുന്നു ശാസ്ത്രമല്ല അജിത് കുമാറിന്റെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ പോലീസ് സർജന്റെ യുക്തിഭദ്രമായ മറുപടികൾക്ക് മുന്നിൽ ശരിക്കും പൊളിയുകയായിരുന്നു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സിൽ തോമസ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. സന്തോഷിനെ കട്ടിച്ചേന ഉപയോഗിച്ച കത്തിയിൽ നിന്ന് സ്വാഭാവികമായും വിരൽ അടയാളം ശേഖരിക്കാൻ പറ്റേണ്ടതാണ്. ആ വിരൽ അടയാളം ലഭിക്കാതിരിക്കാൻ വേണ്ടി വിനോദും കുഞ്ഞുമോളും സന്തോഷിനെ കട്ട് ചെയ്തതിന് ശേഷം ആ കത്തി ചാണകത്തിൽ പൂഴ്ത്തി വെച്ചിരുന്നു. ചാണകത്തിൽ അനവധി ദിവസം പൂഴ്ത്തി വെച്ചാൽ വിരലടയാളം കത്തിയിൽ പറ്റിപ്പിടിക്കില്ല എന്ന് ആരോ പറഞ്ഞ് ഒരു അറിവ് വിനോദിനുണ്ടായിരുന്നു. ആ അറിവ് വിനോദ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ആ ചാണകത്തിലേക്ക് ആ കത്തി കുത്തിവെച്ചത്. ചാണകത്തിൽ കുത്തിവെക്കപ്പെട്ട രീതിയിലാണ് യഥാർത്ഥത്തിൽ DYSP സാജു വർഗീസ് ടീമും ആ കത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് ഇവിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ തന്നെ വ്യക്തമാക്കി.
ഇതിനൊപ്പമാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന മണ്ണ്. സന്തോഷിനെ കൊലപ്പെടുത്തിയതിനു ശേഷം സന്തോഷിന്റെ ബോഡി വീടിന്റെ പുറകെ കൊണ്ടുവന്ന് മണ്ണിൽ കിടത്തിയതിനു ശേഷമാണ് അവിടെ വെച്ച് സന്തോഷിനെ കഴുത്തും കാലും അറുത്ത് മാറ്റുന്നത്. ആ സമയത്ത് സന്തോഷിന്റെ ബോഡിയിൽ നിന്ന് ഊർന്നിറങ്ങിയ രക്തം അവിടെയുള്ള മണ്ണിൽ ഒരുപാട് ലയിച്ചു ചേർന്നിരുന്നു. ആ മണ്ണ് പൂർണ്ണമായി അവിടെ നിന്ന് ഇളക്കി മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴി ഉണ്ടാക്കി കുഴിയിലിട്ട് മൂടിയ വിനോദും കുഞ്ഞുമോളും തെളിവ് നശിപ്പിക്കാൻ നല്ലൊരു ശ്രമം നടത്തിയതാണ്. പക്ഷെ ആ തെളിവ് DYSP സാജു വർഗീസിന്റെ ടീം കണ്ടെത്തിയിരുന്നു. ആ മണ്ണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ മണ്ണിൽ നിന്നും സന്തോഷിന്റെ DNA കണ്ടെത്തിയിരുന്നു. അതും കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. ശരിക്കും അതൊരു നിർണായകമായ തെളിവായി ഈ കേസിൽ മാറുകയാണ്. മണ്ണ് തെളിവായി, അതുപോലെ വീടിന് വരാന്തയിലുള്ള കാര്യങ്ങൾ തെളിവായി. കത്തി അത് മതിയെന്ന് പ്രോസിക്യൂഷന് ഹാജരായ ആ ഫോറൻസിക് സർജൻ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പുറമെ പോലീസിന്റെ ഒരു സാക്ഷിയും ശരിക്കും നിർണായകമായി മാറി. അത് സന്തോഷിന്റെ പിതാവാണ്. സന്തോഷിനെ ലാസ്റ്റിൽ വരുന്ന കോള് അറ്റൻഡ് ചെയ്തത് യഥാർത്ഥത്തിൽ സന്തോഷിന്റെ പിതാവാണ്. അദ്ദേഹം അക്കാര്യം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അന്ന് കോള് വിളിച്ചത് കുഞ്ഞുമോളാണ്. കുഞ്ഞുമോൾ വിളിച്ച ആ കോള് കുഞ്ഞുമോളിന് മാറ്റി പറയാൻ പറ്റാത്ത രീതിയിൽ സൈബർ റെക്കോർഡുകളും അനുകൂലമായി ഉണ്ടായിരുന്നു. ഈ എല്ലാ തെളിവുകളും പരിശോധിച്ച കോടതി കുഞ്ഞുമോളിന് തെളിവ് നശിപ്പിച്ചതിന് 2 കൊല്ലത്തെ തടവ വിധിച്ചത്, വിനോദിന് 5 കൊല്ലവും. അതിനു പുറമെ അവർക്ക് 2 പേർക്കും ജീവപര്യന്തം തടവും സെഷൻസ് ജഡ്ജി വിധിക്കുകയുണ്ടായി. അത് വിധിച്ചത് 2025 മെയ് 5-നാണ്. തെളിവ് നശിപ്പിച്ചതിനുള്ള 5 കൊല്ലത്തെ തടവ് അനുഭവിച്ചതിന് ശേഷമാകണം വിനോദ് ജീവപര്യന്തം തടവ് അനുഭവിക്കാൻ. കുഞ്ഞുമോള് 2 കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പക്ഷെ 2 പേരും ഈ കേസുമായി ബന്ധിപ്പിച്ച് 5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം സന്തോഷിന്റെ കുടുംബത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. കോടതിയുടെ വിധി അങ്ങനെയാണ്. ഈ വിധിയുടെ മുകളിലുള്ള അപ്പീലൊക്കെ ഇനി വരും ദിവസങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകും. വിനോദിനും കുഞ്ഞുമോൾക്കും വേണ്ടി ലക്ഷം രൂപ സിറ്റിംഗ് ഫീസ് വാങ്ങുന്ന ശാസ്ത്രമംഗല അജിത് കുമാറിനെ പോലെയുള്ള പ്രഗത്ഭനായ വക്കീലിനെ ഇറക്കാൻ ആരാണ് മുന്നിൽ നിന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കിയത് ആരാണ്? ഇപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം അതാണ്. എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട് വിനോദിനുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പണം മുടക്കി ഒരു കോടതി യുദ്ധമൊന്നും സാധാരണഗതിയിൽ ഉണ്ടായില്ല. എന്തായാലും കോട്ടയത്തെ പിടിച്ചുകുലുക്കിയ ആ കേസ് അന്വേഷിച്ച പോലീസിനെ സമ്മതിക്കാതെ നിർവാഹമില്ല. ഞായറാഴ്ച രാവിലെ 11:30 അറിഞ്ഞ ആ കേസ് 24 മണിക്കൂറിനകം പോലീസ് പ്രൂവ് ചെയ്യുകയായിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ മകളുടെ ഉദാഹരണമായി നമുക്ക് ഈ കേസിനെ കാണാം. അതുപോലെ തന്നെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വക്കീലന്മാരുടെ ശരിക്കും സമർത്ഥമായ വാദവും ഈ കേസ് വിജയിക്കുന്നതിന് ഇടവന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിന്റെ ഒപ്പം നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു സ്റ്റോറി 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ഭീകരതയുടെ ഭാഗമായി നിന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ആ ആള് ഒരുപാട് ജൂതന്മാരെ കാലപുരയ്ക്ക് അയച്ചതിന് പേരുകേട്ട വ്യക്തിയാണ്. ആ വ്യക്തി ഊരും പേരും ഒക്കെ മാറി രൂപമൊക്കെ മാറ്റി അങ്ങ് വിദൂരതയിൽ അർജന്റീനയിൽ ഒളിവിൽ കഴിയുമ്പോൾ ഇസ്രയേലിലെ മൊസാദിന്റെ ആളുകൾ ആ ആളെ തേടി പിടിക്കുന്നതും അവിടെ നിന്ന് അയാളെ ജീവനോടെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരുന്നതും ഇതേപോലെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതുമായ ഒരു സംഭവമുണ്ട്. ശരിക്കും ത്രില്ലിംഗ് ആണ് ആ കഥ. 2 ഭാഗങ്ങളായി ഞാനത് നേരത്തെ വീഡിയോ ആക്കിയിട്ടുണ്ട്. അത് കാണാതിരിക്കുന്നത് ഒരു നഷ്ടം തന്നെയാണ്. ആ 2 വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കിയതിനു ശേഷം അഭിപ്രായം പറയുക. ഇതുവരെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.